ഗൈസ് വെൽക്കം ബാക്ക്. എല്ലാവർക്കും നമസ്കാരം. എല്ലാവരും ആ ഒരു ആസ്നൽ മാച്ചിൻ്റെ ഹാങ് ഓവറിൽ നിന്നും തിരിച്ചു വന്നിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിപ്പോൾ വന്നിരിക്കുന്നത് കുറച്ച് പുതിയൊരു ലേറ്റസ്റ്റ് ആയിട്ടുള്ള ട്രാൻസ്ഫർ അപ്ഡേറ്റ്സുമായിട്ടാണ്. ഫസ്റ്റ് തന്നെ നമുക്ക് സംസാരിക്കാൻ പറ്റിയത് ഒരു പുതിയൊരു പ്ലെയറുമായിട്ട് നമ്മൾ ലിങ്ക് ആയിട്ടുണ്ട്. ഫാബ്രീസോ വരെ അത് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. നേനെ ഡെർഗ്ലസ് നമ്മളെ RB സാൽസ്ബർഗിൻ്റെ പ്ലെയറാണ്. ബട്ട് ഈ ജാനുവരിയിൽ ഉണ്ടാവുമോ വിൻ്ററിൽ ഉണ്ടാവുമോ എന്നറിയില്ല. കൂടുതലും സമ്മറിലേക്കാണ് നോക്കുന്നത് എന്നാണ് കണ്ടത്. ഫാബ്രീൻ്റെ റിപ്പോർട്ടും അങ്ങനെ തന്നെ ആയിരുന്നു. മേ ബി ഇൻ ജാനുവരി ഇല്ലെങ്കിൽ സമ്മറിലായിരിക്കും സാധ്യത കൂടുതലെന്ന്. ചെറിയ യങ് വിങ്ങറാണ്. ലെഫ്റ്റ് ബാക്കോ സെൻറ്റർ ബാക്കോ ഒന്നുമല്ല, വിങ്ങർ പൊസിഷനാണ്. ബട്ട് സ്റ്റാറ്റ്സും കാര്യങ്ങളൊക്കെ നോക്കുമ്പോൾ പുള്ളിക്കാരനെ അങ്ങനെ വലിയ തോതിലൊന്നും കാണാൻ പറ്റിയിട്ടില്ല. ബട്ട് പേസിൽ ഭയങ്കര പേസാണെന്നാണ് ഞാൻ ഓൾമോസ്റ്റ് പുള്ളിക്കാരൻ്റെ വീഡിയോ അത്രത്തോളം വീഡിയോ ഒന്നുമില്ല, കാരണം അങ്ങനെ അറിയപ്പെടാത്തൊരു പ്ലെയറാണ്. കുറച്ചുകൂടി നോക്കുകയാണെങ്കിൽ നമുക്ക് അങ്ങനത്തെ അറിയപ്പെടാത്ത പ്ലെയേഴ്സിനെ കിട്ടുമ്പം വളരെ നല്ലതാണ്. ബട്ട് ഒന്നും ഒഫീഷ്യലൊന്നും ആയിട്ടില്ല. ഇങ്ങനെ ഒരു സ്ട്രോങ് റൂമർ, അതായത് ഫാബ്രിയൊക്കെ റിപ്പോർട്ട് ചെയ്യണമെങ്കിൽ മോസ്റ്റ്ലി നടക്കുമോ നടക്കാതിരിക്കുമോ, കാരണം കുറേ ആയി ഈ പയ്യൻ്റെ പിന്നാലെ സ്കൗട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്നൊക്കെ കണ്ടു. അപ്പോൾ നടക്കുമോ എന്നറിയില്ല. ഇനി അതൊരു ആൻ്റണി 2 ആയി മാറുമോ എന്താണെന്ന് അറിയില്ല. കാരണം ഞാൻ കണ്ട ഒരു വീഡിയോയിൽ ഫസ്റ്റ് തന്നെ നമ്മുടെ അയാക്സിൽ ലിച്ച കൊടുത്തപ്പോൾ ഒരു ആൻ്റണി ഒരു മറ്റേ ആ ഒരു ഭയങ്കര ഒരു സ്കില്ലിട്ടിട്ട് ഒരു സ്റ്റോപ്പ് ചെയ്തൊരു ബോൾ എല്ലാവരും കണ്ടിട്ടുണ്ടാകും. സെയിം സാധനമാണ് ഞാൻ പുള്ളിക്കാരൻ്റെ കണ്ടത്. അപ്പോൾ എന്തായാലും നോക്കാം. പിന്നെ ഒരു സ്ട്രോങ് റൂമർ കണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലഹാൻഡ്രോ ഗെറനാച്ചോ ടു നെപ്പോളി. നടക്കുമോ നടക്കില്ലേ ഒന്നും അറിയില്ല. ബട്ട് ഭയങ്കര സ്ട്രോങ് റൂമർ കേൾക്കുന്നുണ്ട്. ഗെറനാച്ചോ ആക്സെപ്റ്റ് ചെയ്തു എന്ന് കൂടി, അതായത് അവരുടെ പ്രപ്പോസൽ, അവരുടെ പ്ലാന് കാര്യങ്ങളൊക്കെ പുള്ളിക്ക് ഇഷ്ടപ്പെട്ടു, പുള്ളി അത് ആക്സെപ്റ്റ് ചെയ്തു എന്നൊക്കെ കാണുന്നുണ്ട്. കോൻറ്റയുടെ സ്പെഷ്യൽ റിക്വസ്റ്റ് ആയിട്ടാണ് വന്നിരിക്കുന്നതെന്ന് കണ്ടത്. ബട്ട് നമ്മൾ യുണൈറ്റഡ് ചോദിച്ചിരിക്കുന്നത് 68+, അതായത് 70-75 ഒക്കെ വേണമെന്നാണ്. ബട്ട് നെപ്പോളി തന്നിരിക്കുന്നത് 38 മില്യൺ പ്ലസ് ആഡ് ഓൺസ്. എന്താണ് അവസ്ഥ നോക്കിയേ, ഇതാണ് നമ്മുടെ അവസ്ഥ. ബട്ട് അത് ആക്സെപ്റ്റ് ഒന്നും ചെയ്തിട്ടൊന്നുമില്ല. ബട്ട് ഭയങ്കര സ്ട്രോങ് ലിങ്ക്സും റൂമർ കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട്. ബട്ട് ഡേവിഡ് ഓറൻസ്റ്റനോ ഫാബ്രീസിയോ ഒന്നും റിപ്പോർട്ട് ചെയ്തിട്ടില്ല അലഹാൻഡ്രോ ഗെറനാച്ചോൻ്റെ. ബട്ട് ഗെറനാച്ചോൻ്റെ മോസ്റ്റ് പ്രോബബ്ലി നടക്കുമോ നടക്കാതിരിക്കുമോ രണ്ട് സാധ്യതയുണ്ട്. ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയനിൽ നമുക്ക് ഒരു ബാക്കപ്പായിട്ട് ഗെറനാച്ചോന് പകരമായിട്ട് ഒരു പ്ലെയറിനെ കിട്ടാതെ അവനെ കൊടുക്കുന്നതിൽ എനിക്ക് ഒരു താല്പര്യമില്ല. കാരണം ഓൾറെഡി പെട്ടിരിക്കുകയാണ്. അപ്പോൾ ഗെറനാച്ചോന് ഇപ്പോൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് FFP റൂൾസൊന്നും കാര്യങ്ങളിലൊക്കെ രക്ഷപ്പെടാൻ പറ്റും, കാരണം നമ്മുടെ അക്കാദമി പ്ലെയർ ആണ്. ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ, ഒരു ബാക്കപ്പ് ഓപ്ഷൻ ഇല്ലാതെ അവനെ കൊടുക്കേണ്ടതാണ്. ഒരു ബാക്കപ്പ് ഓപ്ഷനായിട്ട് കോളോ മുവാനി ഉണ്ടായിരുന്നു, ബട്ട് പോയി, PSG കൊണ്ടുപോയി. ഇവരിപ്പോൾ നെപ്പോളി നോക്കുന്നത് നെപ്പോളിയുടെ ആ ഒരു കിവ പോയല്ലോ, ആ പുള്ളിക്കാരൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ് പോലും ഗെറനാച്ചോയെ നോക്കുന്നത്. നല്ലൊരു എമൗണ്ട്, ഒരു 70-75 ഒക്കെ കിട്ടുകയാണെങ്കിൽ നല്ലത് തന്നെയാണ്. കാരണം അവനിപ്പോൾ അമോറിമിൻ്റെ അണ്ടറിൽ സിസ്റ്റത്തിൽ പറ്റുമോ പറ്റില്ലേ അങ്ങനെ വലിയ ഇതില്ല. പിന്നെ അവൻ്റെ ഈഗോ ക്ലാഷും കാര്യങ്ങളൊക്കെ എല്ലാവർക്കും അറിയാം. പ്രൈം റൊണാൾഡോ, അടുത്ത റൊണാൾഡോ അവനാണ്. അവൻ്റെ ആ ഒരു മെൻറ്റാലിറ്റി അവൻ മാറ്റാതെ അവന് എന്തായാലും രക്ഷപ്പെടാൻ പറ്റില്ല. പിന്നെ മക്ടോമിനിയും നല്ലവണ്ണം പുഷ് ചെയ്യുന്നുണ്ട് എന്നൊക്കെ കണ്ടു നെപ്പോളിയിലേക്ക് ഗെറനാച്ചോന് വേണ്ടിയിട്ട്. നടക്കുമോ നടക്കില്ലെന്ന് അറിയില്ല. ബട്ട് എൻ്റെ ഒരു പേഴ്സണൽ ഒപ്പീനിയൻ ഞാൻ പറയുകയാണെങ്കിൽ എന്തായാലും ഒരു ബാക്കപ്പ്, ആ ഒരു പൊസിഷൻ നമുക്ക് ഒരു ലെഫ്റ്റ് വിങ്ങിൽ കളിക്കാൻ പറ്റിയ അല്ലെങ്കിൽ ഒരു ലെഫ്റ്റ് സ്ട്രൈക്കർ പൊസിഷനിൽ കളിക്കാൻ പറ്റിയ ഒരാളെ കിട്ടാതെ കൊടുക്കുന്നത് ആബ്സല്യൂട്ട്ലി അതൊരു റോങ് ഡിസിഷൻ ആയിരിക്കും. പിന്നെ വേറെ നമ്മുടെ ഇത് ഔട്ട് പ്ലെയേഴ്സിൻ്റെ മാത്രമാണ് അതുള്ളത്. ഇന്നായിട്ട് വേറെ ഒരാളെയും കാണുന്നില്ല. വേറെ സ്ട്രോങ് റൂമറോ കാര്യങ്ങളോ ഇപ്പോൾ ഒന്നുമില്ല. ഇപ്പോൾ ആകെ മൊത്തം എന്താണ് ഒരു ശോകമായ അവസ്ഥയാണ്. പിന്നെ ഡീഗോ ലിയോൻ്റെ ഏകദേശം ഇന്നലെ ഒരു പോസ്റ്റ് കണ്ടിരുന്നത്, പുള്ളിയുടെ ബ്രദറിൻ്റെ ഒരു പോസ്റ്റ് കണ്ടിരുന്നു. ഓൾമോസ്റ്റ് മെഡിക്കലൊക്കെ പാസ് ചെയ്തു, ഇനി ഒഫീഷ്യൽ അനൗൺസ്മെൻറ്റ് മാത്രമേ ബാക്കിയുള്ളൂ. ആ ചെറിയ 17 വയസ്സുകാരൻ ലെഫ്റ്റ് ബാക്കിൻ്റെത്. ബട്ട് അതും നമുക്ക് ഈ വിൻ്ററിൽ എന്തായാലും ഉണ്ടാവില്ല കളിക്കാൻ. നെക്സ്റ്റ് സമ്മറിൽ മാത്രമേ അവനുണ്ടാവുള്ളൂ. ബാക്കി ടീംസൊക്കെ ചറപ്പറാന്ന് പറഞ്ഞിട്ട് വാങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സിറ്റീൻ്റെ ഒന്നും പറയണ്ട, ഓൾമോസ്റ്റ് 2 എണ്ണം കഴിഞ്ഞു. ഇനി അടുത്ത ഓമർ മർമോഷിൻ്റെ 3ാമത്തെ ഡീൽ ഇപ്പോൾ ഏകദേശം ക്ലോസ് ചെയ്യും. ചറപ്പറാന്ന് പറയുന്നത്. ചെൽസിയും അതുപോലെ തന്നെ അടിച്ച് പൊളിച്ച് എന്താ പറയുക, സെയിലാണ് ചെൽസിയൊക്കെ. കാരണം നമുക്ക്
നമുക്ക് യുണൈറ്റഡിനും ചെൽസിക്കും ആർസണലിനൊക്കെ ഒരു പോയിന്റ് ഡിഡക്ഷൻ്റെ ചാൻസ് ഉണ്ട്. ഞാനത് വീഡിയോ ഇട്ടിരുന്നില്ല, കാരണം അത് അത്രത്തോളം സത്യമായിരിക്കുമെന്ന് ചോദിച്ചിട്ട്. ബട്ട് ഇന്നലെ ഫാബ്രേൻ്റെ റിപ്പോർട്ട് ഉണ്ടായിരുന്നു, പ്രശ്നങ്ങളൊന്നുമില്ല, പ്രോഫിറ്റ് ആൻഡ് ലോസിൻ്റെ ആ സംഭവങ്ങളൊന്നും ബാധകമാവുന്നില്ല. അതുകൊണ്ട് താൽക്കാലികമായിട്ട് യുണൈറ്റഡും ചെൽസിയും ആർസണലും ടീമൊക്കെ രക്ഷപ്പെട്ടിരിക്കുകയാണ്. അത് നല്ലൊരു കാര്യമാണ്. ഈ ഒരു ടൈമിൽ പോയിന്റ് ഡിഡക്ഷൻ കൂടി വന്നിരുന്നെങ്കിൽ പെട്ടുപോയേനെ, സത്യം പറഞ്ഞു കഴിഞ്ഞാൽ പെട്ടുപോയേനെ. പിന്നെ വേറൊരു ന്യൂസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കോബി മൈനോട് അവൻ ഓൾമോസ്റ്റ് ആക്സെപ്റ്റ് ചെയ്യാനുള്ള സിറ്റുവേഷനിലാണ് ഉള്ളത് എന്നാണ് കണ്ടത്. യുണൈറ്റഡിൽ തന്നെ തുടരാനുള്ള താല്പര്യം കാണിച്ചിട്ടുണ്ട്. സാലറിയൊക്കെ ഓൾമോസ്റ്റ് കൺവീനിയൻ്റ് ആയിട്ടുള്ള വേജസിന് അവൻ ഓക്കെ ആണെന്നുള്ളത്. പിന്നെ നമുക്ക് എടുത്ത് പറയേണ്ടത് റാഷ്ഫോർഡിൻ്റെ കാര്യമാണ്. നോ വേ, എവിടെയും ഒരു സാധ്യതയും കാണുന്നില്ല. ആദ്യം PSG ഉണ്ടായിരുന്നു, നെപ്പോളി ഉണ്ടായിരുന്നു, വേറെ പല ടീമുകളുണ്ടായിരുന്നു. പക്ഷേ ഇപ്പോൾ എല്ലാവരും വേറെ പ്ലെയേഴ്സിനെ പൊക്കി. PSG കവേനയും പൊക്കി, കോളോ മുവാനിനും പൊക്കി. ഇനി ഒരിക്കലും അവർ റാഷ്ഫോർഡിന് പിന്നാലെ വരില്ല. പിന്നെ നെപ്പോളി ആയിരുന്നു പിന്നെ കുറേ ഉണ്ടായിരുന്നത്. ബട്ട് നെപ്പോളിക്കും എനിക്ക് തോന്നുന്നു അവൻ്റെ വേജസ് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തത് കൊണ്ടാണ് ഇപ്പം നേരെ ഗെറാനാച്ചോയിലേക്ക് വന്നിരിക്കുന്നത്. ഗെറാനാച്ചോൻ്റെ വേജസ് ഒന്നും അവർക്കൊരു പ്രശ്നമേ അല്ല എന്നാണ് പറയുന്നത്. കാരണം റാഷ്ഫോർഡിൻ്റെ വേജസ് എല്ലാവർക്കും അറിയാം. എനിക്കറിയില്ല അവന് എന്താണ് പറ്റിയത്, അവൻ എന്താണ് കളിച്ചത്. നമ്മുടെ ഒരു അക്കാദമി പ്ലെയർ കൂടി ആയിട്ട് പോലും അവന് തീരെ ഒരു ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ വിഷമമാണ്. ഒരു ടീം എനിക്ക് തോന്നുന്നു കേരള ബ്ലാസ്റ്റേഴ്സിന് പോലും അവരെ വേണ്ടാത്ത അവസ്ഥയാണ്. ആകെ എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഒരു ലിങ്ക്സ് ഉള്ളത് AC മിലാനുമായിട്ടാണ്. അത് നടക്കൂലേ ഒന്നും അറിയില്ല. കാരണം AC മിലാനൊക്കെ ചോദിക്കുന്നത് നമ്മൾ ഹാഫ് സാലറി അവൻ്റെ പേ ചെയ്യണം. അതിൽ ഒരർത്ഥമില്ലല്ലോ, അതിൻ്റെ ആവശ്യമില്ല. പിന്നെ അങ്ങനെ എന്തിനാണ് നമ്മളൊരു പ്ലെയറിനെ കൊടുക്കുന്നത്, അതിൻ്റെ ആവശ്യമേ കാണുന്നില്ല. പിന്നെ ബാർസേന് ലിങ്ക്സൊക്കെ ഉണ്ടായിരുന്നു. ബട്ട് അതും എത്രത്തോളം നടക്കും എന്താണെന്ന്. കാരണം ബാർസേന ഇപ്പം കോടതിയിലൊക്കെ പോയിട്ടാണ് ഓൾമോൻ്റെയൊക്കെ രജിസ്റ്റർ ചെയ്തത്, ഡാനി ഓൾമോൻ്റെയൊക്കെ. അപ്പോൾ വീണ്ടും അവരിനി മാർക്കറ്റിലേക്ക് ഇറങ്ങി റാഷ്ഫോർഡിനെയൊക്കെ വാങ്ങുമെന്നൊന്നും എനിക്ക് തോന്നുന്നില്ല. മിക്കവാറും അവനിവിടെ തന്നെ ചടഞ്ഞിരിപ്പായിരിക്കും മിക്കവാറും ഉണ്ടാവും. അവൻ്റെ സാലറി നമ്മൾ തന്നെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഇതൊക്കെയാണ് ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ട് യുണൈറ്റഡിൻ്റെ ട്രാൻസ്ഫർ റൂമറും കാര്യങ്ങളൊക്കെ ഉള്ളത്. കാര്യമായിട്ടൊന്നും പറയാനില്ല, ഗെറാനാച്ചോൻ്റെ ന്യൂസും മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇനിയും പുതിയ അപ്ഡേറ്റുകൾ നിങ്ങളുടെ മുന്നിലെത്തും. നാളെ രാത്രി നമുക്ക് കളിയുണ്ട്. നമ്മൾ ഓൾഡ് ട്രാഫോർഡിലേക്ക് തിരിച്ചു വരികയാണ്, പ്രീമിയർ ലീഗിൽ തിരിച്ചു വരികയാണ്. 2025 വിജയത്തോടു കൂടി തന്നെ തുടങ്ങാൻ പറ്റട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ആ ഒരു അടുത്ത കളി കഴിഞ്ഞിട്ടുള്ള ഒരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ ബൈ.